നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര വാളൂരിൽ തോട്ടിൽ മരിച്ച അനുവിന്റെ കൊലപാതകം കൊടും കുറ്റവാളി കൊണ്ടോട്ടി മുജീബ് റഹ്മാൻ റിമാൻഡിൽ. അനു ധരിച്ചിരുന്ന ആഭരണങ്ങളും സഞ്ചരിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തതായും കൊലപാതക രീതിയും കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരാമ്പ്ര DYSP KM ബിജു, CI MA സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 11-ാം തീയതി വൈകുന്നേരം ഒരു 3:15 പേരാമ്പ്ര സ്റ്റേഷനിലൊരു മിസ്സിംഗ് ഇൻഫർമേഷൻ വരികയാണ്. ഒരു അനു രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ചികിത്സേൻ്റെ കാര്യമായിട്ട് പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ഇത് ഇൻഫർമേഷൻ കിട്ടി. വി സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടെ ഒരു കനാൽ ഭാഗത്ത് ഒരു മൃതദേഹം കണ്ടായിട്ട് മനസ്സിലായി. അത് ഇൻസ്പെക്ടർ ആൻഡ് ടീം അവിടെ പോയി ബോഡി കാണുകയും പിന്നെ റിലേറ്റീവ്സിനെ കൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അത് നമുക്ക് ആ സമയത്ത് തന്നെ ആ ഒരു ഏരിയയിൽ ഒരു ബൈക്കിൻ്റെ മൂവ്മെൻറ്റ് സസ്പിഷ്യസ് തോന്നിയിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സസ്പിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു മുങ്ങിമരടൽ മാത്രമായിട്ടല്ല, അതിൽ ഉള്ള സസ്പിഷൻസ് നമുക്ക് ക്ലിയർ ആക്കണം എന്നുള്ള നമുക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ PM നടത്തി. PM ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ നമ്മുടെ സംഭവ സ്ഥലത്ത് വരികയും ചെയ്തു. അതുകൂടാതെ ഈ പറയുന്ന ബൈക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പരിസരത്തുള്ള CCTV ക്യാമറകളും സമീപ ജില്ലയിലും നമ്മുടെ ജില്ലയിലും ഔട്ട്സൈഡ് ഡിസ്ട്രിക്റ്റും ഓൾമോസ്റ്റ് 100 CCTV ക്യാമറാസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ CCTV ക്യാമറയിലും നമുക്ക് ഫസ്റ്റ് തിങ് വാസ് വെഹിക്കിൾ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുക, സോ ദാറ്റ് നമുക്കൊരു ലീഡ് കിട്ടണം. അങ്ങനെ പല CCTV ക്യാമറകളും നമ്മുടെ ബോർഡറിലുള്ള ANPR ക്യാമറകളും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെഹിക്കിൾ നമ്പർ കിട്ടിയത്. വെഹിക്കിൾ നമ്പർ കിട്ടിയപ്പോൾ അത് മട്ടന്നൂരിൽ നിന്ന് മോഷണം പോയ ഒരു ബൈക്കിൻ്റെ വെഹിക്കിൾ നമ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. ആ വെഹിക്കിൾ നമ്പർ മോഷണം പോയതായതുകൊണ്ട് ആ വെഹിക്കിൾ നമ്പറിൻ്റെ RC ഓണർ അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹം മട്ടന്നൂരിൽ കേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിനായിട്ടുള്ള കാരണം വിക്ടിമിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന സ്വർണം, ബ്രേസ്ലെറ്റ്, പാദസരം, അങ്ങനെ മോതിരം, അങ്ങനെ കുറച്ച് സ്വർണ്ണമൊന്നും കാണുന്നില്ല. സോ ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. ദാറ്റ് ഈസ് വൈ വി ആർ സസ്പെക്ടിങ് ഇറ്റ്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ മോഡസുള്ള കുറ്റവാളികളുടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. അടുത്ത കാലത്ത് ജയിൽ റിലീസ് ആയിട്ടുണ്ടോ എന്നും കൂടി വെരിഫൈ ചെയ്തു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് അതിലൊരു പ്രൈം സസ്പെക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കേസിലെ പ്രതിയായിട്ട് വരുന്ന മുജീബ്, കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റ് ആയിരുന്നു. അതുപ്രകാരം നമ്മൾ ഈ സസ്പിഷൻസ് എല്ലാം അടുത്തുള്ള ജില്ലകളിൽ, എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലൊക്കെ മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അതുപ്രകാരം സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയും പിന്നെ അവിടെയുള്ള മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിനെ, ഈ പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. നല്ലൊരു ജോയിൻ്റ് ഓപ്പറേഷനായിരുന്നു. ഇവിടുത്തെ കോഴിക്കോട് റൂറലിലെ പോലീസും മലപ്പുറം പോലീസും ലോക്കലായിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലാ തെളിവുകളും, അതായത് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മുടെ വി ഹാവ് ടെക്നിക്കൽ ഡിജിറ്റൽ എവിഡൻസ്, അതുകൂടാതെ CCTVയുടെ എവിഡൻസ്, അതെല്ലാം വെച്ച് നിരത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു.
ഈ പറയുന്ന നമ്മുടെ ഈ കേസിലെ പ്രതി മുജീബ് എന്ന് പറയുന്ന പ്രതി, അദ്ദേഹത്തിന് ഹി ഹാസ് ഓൾമോസ്റ്റ് 50 odd കേസസ് അഗൈൻസ്റ്റ് ഹിം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്ന ഈ പത്രക്കുറിപ്പിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് 11-ാം തീയതി രാത്രി ഈ പറയുന്ന മട്ടന്നൂരുള്ള ഈ പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബൈക്ക് മോഷ്ടിക്കുകയും ആ വഴി ഇവിടെ വരികയും ആ വഴി ഇവിടെ വരുന്ന ഈ കൃത്യം നടന്ന സമയത്തിൽ ഈ പേരാമ്പ്ര ഭാഗത്ത് നമ്മുടെ വിക്ടിമിനെ അവിടെ കണ്ടുമുട്ടുകയും വിക്ടിമിന് ധൃതിയായിട്ട് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പോകാൻ ധൃതിയുള്ളതുകൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന ഒരു എക്സ്ക്യൂസിൽ ബൈക്കിൽ കയറ്റുകയും എന്നിട്ട് ഹാഫ് വേ കനാൽ ഭാഗത്ത് ബൈക്ക് നിർത്തിയിട്ട് ഈ പറയുന്ന വിക്ടിമിനോട് ഒന്ന് ഇറങ്ങാൻ പറയുകയും അദ്ദേഹത്തിന് എന്തോ വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് വിക്ടിം ഇറങ്ങി നിന്നപ്പോൾ വിക്ടിമിനെ തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് വിക്ടിമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും പാദസരവും മോതിരവും ഒക്കെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഓടിച്ച ബൈക്ക് എടവണ്ണൂർ ഭാഗത്തേക്ക് പോയി ഉപേക്ഷിക്കുകയും പിന്നെ ഈ പറയുന്ന സ്വർണം വേറൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പിലൂടെ ഒരു മലപ്പുറത്തുള്ള ഒരു സേട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വി ഹാവ് ആ സ്വർണം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ബൈക്ക് ഓൾസോ വി ഹാവ് റിക്കവേർഡ് ഫ്രം ദ പ്ലേസ്. അപ്പോൾ ഇതിൽ ആസ് യു ക്യാൻ സി, ഞാൻ പറഞ്ഞ പോലെ CCTV ക്യാമറകളിൽ മൊത്തവും ഇദ്ദേഹം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. പ്രോപ്പറായിട്ട് ഈ കേസിലെ MOസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സസ്പെക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് CCTV ക്യാമറകൾ പരിശോധിച്ചിട്ട് അതുകൂടാതെ തന്നെ CCTV ക്യാമറ പരിശോധനയും സൈബർ സെല്ലിലെ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രതിയിലേക്ക് നമ്മൾ ലോക്കിൻ ആയത്. അതിൽ പേരാമ്പ്ര സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പിന്നെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ DYSPയും വളരെ ഡിലിജൻ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIG തോംസൺ സർ, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റൻറ്റ് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ആ കനാലിൽ അത്യാവശ്യം ചെളിവെള്ളമുള്ള കനാലാണ്. അവിടെ നമ്മളൊരു ഇഫ് യു മേക്ക് എ ഫുട് മാർക്ക് വിത്തിൻ 10 minutes ദാറ്റ് ഫുട് മാർക്ക് ഗോസ്. അപ്പോൾ അത്യാവശ്യം ഫ്ലോ ഉള്ള ഒരു കനാൽ തന്നെയാണ്. ഓൾദോ വാട്ടർ ഇസ് നോട്ട് വെരി ഡീപ്. സാർ 50-ലധികം കേസുകളുണ്ടെന്ന് പറഞ്ഞല്ലോ പ്രതിക്കെതിരെ. ഇയാൾ എത്ര കാലം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് ഇത്രയും സിമ്പിൾ? ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഞാൻ ഈ പ്രസ് നോട്ട് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് പ്രസ് നോട്ട്. എവരിതിങ് ഇസ്. എന്തൊക്കെ കേസുകളാണ് പ്രധാനമായിട്ടും? കൂടുതലും ഈ പറയുന്ന സ്നാച്ചിങ്, റോബറി ടൈപ്പ് കേസസാണ് കൂടുതലും ഉള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.